അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളതും പിന്നെ അതേപോലെ തന്നെ തിയറി മിക്സ് ചെയ്തിരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദ പ്രോബ്ലം റിലേറ്റഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ. അപ്പോൾ ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഥവാ ഈ ചാപ്റ്ററിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബ്ലംസ് ആണ്. ആദ്യം നമുക്കറിയാം എല്ലാവർക്കും പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇക്വേഷൻ വേണം അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ഇക്വേഷൻ ആണ് സാർ ഈ ബോഡി കൺസെപ്റ്റ് ഉള്ളത്. അതിലൊന്നാണ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ്. അതായത് ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ജൂൾസ് ലോന്റെ ഇക്വേഷൻ അറിയാത്ത ആരും തന്നെ ഈ ക്ലാസ്സിൽ ഉണ്ടാവില്ല സാറിന് വ്യക്തമാണ്. അപ്പൊ ജൂൾസ് ലോന്റെ ഇക്വേഷൻ ഏതായിരുന്നു? H is equal to I square RT, H is equal to VIT, അതേപോലെ തന്നെ H is equal to V square by R into T. അപ്പൊ ഇതാണ് നമ്മളെ ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ. മക്കളെ മറക്കല്ലേ. ഒന്ന് H is equal to I square RT, രണ്ടാമത്തെ H is equal to VIT, മൂന്നാമത്തെ H is equal to V square by R into T. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് നമ്മളെ പവറിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. പവറിന്റെ ഇക്വേഷൻ എന്താ? പവറിന്റെ ഇക്വേഷനും നമ്മളെ ഹീറ്റിന്റെ ഇക്വേഷനും അഥവാ നമ്മുടെ ജൂൾസ് ലോന്റെ ഇക്വേഷൻ നമ്മൾ വ്യത്യാസം ഒരു ടി എടുത്താൽ കളഞ്ഞാൽ മതി അല്ലെ. അതായത് ജൂൾസ് ലോന്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ടി എടുത്തിട്ട് ഇങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ, ടി ഒഴിവാക്കിയാൽ, ഇവിടെ എല്ലാം നമ്മളെ ടി ഒഴിവാക്കിയാൽ നമുക്ക് ആര് ഇക്വേഷൻ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും? അതെ, പവറിന്റെ ഇക്വേഷൻ കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ജൂൾസ് ലോന്റെ ഇക്വേഷൻ അറിയുന്ന ഒരു കുട്ടിക്ക് എന്തിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടതാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറ് പവറിന്റെ ഇക്വേഷൻ പഠിക്കേണ്ടി വരില്ല. എന്ത് ചെയ്താൽ മതി? ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ പഠിച്ചിട്ട് അതിൽ നിന്ന് 3ൽ നിന്നും ടി അങ്ങ് ഒഴിവാക്കാൻ പഠിച്ചാൽ മതി. അപ്പൊ ഇതാ ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ കിട്ടി. അപ്പൊ എന്തായാലും മറ്റേ ഹീറ്റിന്റെ ജൂൾസ് ലോന്റെ ഇക്വേഷൻ ഒന്ന് H is equal to I square RT അല്ലേ, അതിൽ നിന്ന് ടി ഒഴിവാക്കി എന്തായി? P is equal to I square R. പിന്നെ എന്തായാലും VIT അല്ലേ, അവിടെ നമുക്ക് എന്ത് കൊടുക്കാം? P is equal to VI അഥവാ IV. ഇനി പിന്നെ എന്തേനു? P is equal to V square by R. അങ്ങനെ നമ്മൾ എന്തിന്റെ ഇക്വേഷൻ പഠിച്ചു? പവറിന്റെ ഇക്വേഷനും ജൂൾസ് ലോന്റെ ഇക്വേഷനും. അപ്പൊ ആദ്യം ഇക്വേഷൻ സെറ്റ് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് എന്തിലേക്ക് പോകാൻ പറ്റുള്ളൂ? പ്രോബ്ലത്തിലോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് പവർ റേറ്റിംഗ്. പവർ റേറ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നല്ലേ പവർ റേറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമ്മളൊരു എക്യുപ്മെന്റാ എന്തെങ്കിലും ഒരു സാധനം എല്ലാം വാങ്ങിച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ സാർ ഒരു വാഷിംഗ് മെഷീൻ മേടിച്ചു വിചാരിക്കുക, ഇതൊരു വാഷിംഗ് മെഷീൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വാഷിംഗ് മെഷീന്റെ മേലെ ഒരു പ്രൈസ് ടാഗ് ഉണ്ടാവില്ലേ, ഒരു ടാഗ് ഉണ്ടാവില്ലേ? ആ ടാഗിൽ പവർ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? ഇപ്പൊ എക്സാമ്പിൾ ഇങ്ങനെയല്ലേ എഴുതി വെക്കും, 1000 പവർ, 1000 വാട്ട്, പിന്നെ 230 V, ഇങ്ങനെയല്ലേ എഴുതി വെച്ച് കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ കാണിക്കുന്നതിനെ നമ്മൾ പവർ റേറ്റിംഗ് എന്ന് പറയാൻ കേട്ടാ. ഇതാണ് നമ്മളെ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതേപോലെ ഈ ഒരു സാധനം, ഈ ഒരു പവർ റേറ്റിംഗിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഏത് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തെന്ന് പറയുന്നത്? V സ്ക്വയർ എന്ന് പറയുന്നത്. പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V സ്ക്വയർ, അല്ലെങ്കിൽ എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഒരിക്കലും മറക്കരുത് മക്കൾ, ഒരിക്കലും മറക്കരുത്. പവർ ഈസ് ഈക്വൽ ടു V സ്ക്വയർ അല്ലെങ്കിൽ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ മറക്കരുത്. ഇത് വെച്ച് കുറെ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് ഹീറ്റ്. പവറും ഹീറ്റും തമ്മിലുള്ള ബന്ധം. അത് ശരിക്കും പറഞ്ഞാൽ മേലെ തന്നെ കിട്ടുന്നുണ്ടല്ലേ. എന്താ? പവറിന്റെ ഇക്വേഷന്റെ കൂടെ ഒരു ടി ഇട്ട് കൊടുത്താൽ ആരായി? ഹീറ്റിന്റെ ഇക്വേഷൻ ആയില്ലേ? നേരെ നോക്കിയിട്ട് ഇങ്ങനെ വന്നില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഹീറ്റ് കിട്ടണമെങ്കിൽ പവറിനെ കൊണ്ട് എന്ത് ഇൻറ്റു ചെയ്താൽ മതി? ടൈം ഇൻറ്റു ചെയ്താൽ മതി. അതന്നല്ലേ ഇവിടെയും പറയുന്നത്. ഹീറ്റ് കിട്ടണമെങ്കിൽ പവറിനെ ടൈം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ഇക്വേഷൻ എന്ന നിലയിൽ, ഇമ്പോർട്ടന്റ് ഇക്വേഷൻ എന്ന നിലയിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എല്ലാവരും ഈ ഇക്വേഷൻസ് എല്ലാം പഠിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ പോവാം ചോദ്യത്തിലോട്ട്. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഇക്വേഷൻ ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്ന് ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ. H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. പിന്നെ പവറിന്റെ ഇക്വേഷൻ ഏതല്ലേനു? പവർ ഈസ് ഈക്വൽ ടു I square R VI V square by R. പിന്നീട് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തേലും? പവർ റേറ്റിംഗിന്റെ ഇക്വേഷൻ. പവർ റേറ്റിംഗിന്റെ ഇക്വേഷൻ എന്താ? പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. പിന്നീട് ഏതാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? പവർ ആൻഡ് ഹീറ്റ് തമ്മിലുള്ള കണക്ഷൻ. അതായത് ഹീറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻടു ടൈം. എന്തായാലും ഇക്വേഷൻ എല്ലാം പഠിച്ച സ്ഥിതിക്ക് ദേ പോകുന്നു ക്വസ്റ്റ്യൻസിലോട്ട്. നിങ്ങൾ റെഡി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇക്വേഷനും ചെയ്തേനെ അല്ലെ. ഇത് നേരെ പോകണ്ട. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് എങ്ങനെയാ ഇക്വേഷൻ പഠിച്ചിട്ട് കാര്യം എന്ന മക്കളെ ഇല്ലല്ലേ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇതേ ക്വസ്റ്റ്യൻ കുറിച്ച് ആയിക്കോട്ടെ. റെഡി എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ പോയി ഓക്കെ, നീല കളർ എടുക്കാം. If the resistance of a heating appliance operating at 230 volt, അപ്പോൾ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ. വോൾട്ടേജ് എത്രയാണ് പറയുന്നത്? വോൾട്ടേജ് 230 ആണ് പറയുന്നത്. അപ്പോൾ വേഗം പോയിട്ട് നമ്മൾ വോൾട്ടേജ് എഴുതി വെക്കും. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു, നമുക്ക് വേറെ കളർ എടുത്താലോ? കാണുന്നുണ്ടോ അറിയില്ല, എന്തായാലും മഞ്ഞ എടുത്താൽ കാണുന്നു. ഓക്കെ, വോൾട്ടേജ് 230 വോൾട്ട്, 230 V. അപ്പോൾ വോൾട്ടേജ് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പറയുന്നത് ഈ അതിന്റെ എത്ര റെസിസ്റ്റൻസ് ആ? ഓം. നമുക്കറിയാം ഓം കണ്ടാൽ
എല്ലാവർക്കും അറിയുന്ന ഓം ഈ ചങ്ങായിനെ കണ്ടാൽ ആരാങ് അറിയാം റെസിസ്റ്റൻസ് ആങ് അറിയാം അല്ലെ. അപ്പൊ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. എത്ര റെസിസ്റ്റൻസ്? 920. ഓക്കെ, 920 ഓം. പിന്നെന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്? ഹീറ്റ് ആണ് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ ഹീറ്റിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം, അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാനല്ലേ. ഹീറ്റിന് ക്വസ്റ്റ്യൻ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര മിനിറ്റാ മക്കളെ? എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ്. 10 മിനിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു 10 മിനിറ്റ് അല്ലെ, 10 മിനിറ്റ്. നമുക്കറിയാം മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ എന്തുകൊണ്ടാണ് ഇൻറ്റു ഉണ്ടെങ്കിൽ പറഞ്ഞേ. 60 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. കറക്റ്റാ. മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റാൻ 60 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയാവും. അപ്പൊ നമ്മൾ ഇവിടെ 60 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 10 × 60 ഈസ് ഈക്വൽ ടു 600 സെക്കൻഡ് എന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ നമുക്ക് എന്തായി? ഇത്രയും കാര്യങ്ങൾ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇക്വേഷൻ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഹീറ്റിനെ കുറിച്ചാണല്ലേ ചോദിക്കുന്നത്, എച്ച് അല്ലേ ചോദിക്കുന്നത്. അപ്പൊ ജൂൾസ് ലോ എല്ലാവർക്കും അറിയാലോ. അപ്പൊ വേഗം പോയിട്ട് ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ എഴുതി വെക്കാം. എച്ച് ഈസ് ഈക്വൽ ടു ആദ്യത്തേത് I²RT, രണ്ടാമത്തെ എച്ച് ഈസ് ഈക്വൽ ടു VIT, പിന്നെ മൂന്നാമതായിട്ട് എച്ച് ഈസ് ഈക്വൽ ടു V²/R × T. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻ. ഒന്ന് എച്ച് ഈക്വൽ I²RT, രണ്ടാമത്തെ എച്ച് ഈക്വൽ VIT, മൂന്നാമത്തെ എച്ച് ഈക്വൽ V²/R × T. നോക്കിയാട്ടെ ആരല്ല നോക്കിയാട്ടെ, V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാലോ, സെലക്ട് ചെയ്താലോ. ഇവിടെ V ഉണ്ട്, R ഉണ്ട്, T ഉണ്ടാ? ഇല്ല. അപ്പൊ ഇതല്ല. അടുത്ത V ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്, ഇടണ്ട? ഇല്ല. അപ്പൊ ഏതാ ഇക്വേഷൻ? മൂന്നാമത്തെ ഇക്വേഷൻ. ആ ഇക്വേഷൻ നമുക്ക് വൃത്തിയിൽ ഇടുക. എച്ച് ഈസ് ഈക്വൽ ടു V²/R × T. അപ്പൊ എന്തായി? എച്ച് ഈസ് ഈക്വൽ ടു V² പറഞ്ഞാൽ എന്താ? V² പറഞ്ഞാൽ 230 സ്ക്വയർ അല്ലെ. അപ്പൊ എന്താ? 230 സ്ക്വയർ ഡിവൈഡഡ് ബൈ R എത്രയാ? 920 ഇൻറ്റു ടൈം എത്രയാ? 600. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എച്ച് ഈസ് ഈക്വൽ ടു V² പറഞ്ഞാൽ എന്താ? 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 920 ഇൻറ്റു 600. അപ്പൊ എന്ത് ചെയ്താൽ മതി? അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു 230 ഇൻറ്റു 230 ഡിവൈഡഡ് ബൈ 920 ഇൻറ്റു 600 അല്ലെ. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യണം. മക്കൾ എന്ത് ചെയ്യാം? മെല്ലെ മെല്ലെ ഇൻറ്റു ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ 230 ഇൻറ്റു 230 ഇൻറ്റു ചെയ്യാം, അതിന്റെ കൂടെ ആരെയും കൂടി ഇൻറ്റു ചെയ്യാം, 600 കൂടി ഇൻറ്റു ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? 920 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34,500 എന്ന് പറയുന്ന ആൻസർ. ഇത്രയും ജൂൾ എന്നതാണ്. ഇത്രയും ജൂൾ എന്ന് എഴുതിച്ചില്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി അവസാനത്തിൽ കൊണ്ടുപോയിട്ട് തെറ്റുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1. അപ്പൊ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ജൂൾസ് ലോ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 2. എന്താ ക്വസ്റ്റ്യൻ? എ ഹീറ്റിംഗ് അപ്ലയൻസ്. അപ്പൊ കുറച്ച് സ്പീഡ് ആക്കാം നമുക്ക്. എ ഹീറ്റിംഗ് അപ്ലയൻസ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ്. ഒരു ഹീറ്റിംഗ് അപ്ലയൻസ് ആണ് ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് പറയുന്നത്? റെസിസ്റ്റൻസ് 100 ഓം എന്നാണ് പറയുന്നത്. അപ്പൊ വേഗം പോയി നമ്മൾ സൈഡിൽ എഴുതി R ഈസ് ഈക്വൽ ടു 100 ഓം. ഇനി എന്താ പറയുന്നത്? ഇഫ് 2 ആംപിയർ കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ്. അതിലൂടെ എത്ര കറണ്ട് പോകുന്നു പറഞ്ഞേ? 2 ആംപിയർ കറണ്ട് പോകുന്നു. അപ്പൊ കറണ്ട് ആണ് അല്ലേ, I ഈസ് ഈക്വൽ ടു 2 ആംപിയർ. അപ്പൊ റെസിസ്റ്റൻസ് തന്ന്, റെസിസ്റ്റൻസ് 100 ആംപിയർ ആണെന്ന് പറഞ്ഞ് കറണ്ട് 2 ആംപിയർ കറണ്ട് ആണ് പോകുന്നത്. 100 ഓം ആണെന്ന്, മറ്റേ 2 ആംപിയർ ആണെന്ന് മനസ്സിലായി. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ ചോദിക്കുന്ന എന്താണ്? പവർ ആണ്. പവർ. നേരത്തെ പോലെ ജൂൾസ് ലോ എല്ലാം ഇവിടെ ചോദിച്ചിട്ടുള്ളത് പവറിന്റെ ക്വസ്റ്റ്യൻ ആ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? പവറിന്റെ ഇക്വേഷൻസ് ഓർമ്മ വേണം അല്ലെ. പവറിന്റെ 3 ഇക്വേഷൻ, നമ്മളെ ജൂൾസ് ലോന്റെ 3 ഇക്വേഷൻ ടി അങ്ങ് മാറ്റിയാൽ മതി. അപ്പൊ ഞാൻ മനസ്സിലായതും പവറിന്റെ ഇക്വേഷൻ ഞാൻ നോക്കും. ജൂൾസ് ലോന്റെ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? I²RT. അപ്പൊ ടി മാറിയാൽ എന്താ? I²R. പിന്നെ ജൂൾസ് ലോന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? VIT. അതിൽ നിന്ന് ടി പോയാൽ എന്താ? VI. ഇനി ജൂൾസ് ലോന്റെ മൂന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു? V²/R × T. അതിൽ നിന്ന് ടി പോയാൽ എന്താ? V² ഡിവൈഡഡ് ബൈ R. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നോക്കണം. ആരല്ല തന്നെ? ഐയും ആറും ആണ് തന്നെ. ഐയും ആറും. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് ഉപയോഗിക്കാൻ? ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ? യെസ് ഫസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ. അപ്പൊ നേരെ പോയി ഇക്വേഷൻ ഏതാണ്? പവർ ഈസ് ഈക്വൽ ടു I²R. ഇത് നേരെ എഴുതി. പവർ ഈസ് ഈക്വൽ ടു I² എത്രയാ? ഐക്ക് പകരം 2. അപ്പൊ 2² ഇൻറ്റു R എത്രയാ? 100. അപ്പൊ നമ്മൾ എന്ത് ചെയ്തി? 100. കറക്റ്റാ മക്കളെ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു എത്രയാ? 4 × 100. കറക്റ്റ്. 4 × 100. നമുക്കറിയാം 4 × 100 എത്രയാ? 400. ശരിയാ. അപ്പൊ പവർ എത്ര കിട്ടി നമുക്ക്? 400. പവറിന്റെ യൂണിറ്റ് എന്താ? ആ ഫിലിമിൽ ചങ്സിങ് എന്ന് പറയുന്ന ഫിലിമിൽ ചോദിച്ച പോലെ വാട്ട് ഈസ് ദ പവർ ഓഫ് ദ യൂണിറ്റ്? വാട്ട്. യെസ്, പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ് അല്ലെ. വാട്ടാണ് നമ്മളെ പവറിന്റെ യൂണിറ്റ്. അപ്പൊ ഇതാണ് നമ്മളെ പവറിന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഇക്വേഷൻ സെലക്ട് ചെയ്യണം എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
അടുത്തൊരു ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും പറയാം, നമ്മൾ വേറെ വേറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. മക്കളെല്ലാവരും പെന്നും ഇയർഫോൺ എല്ലാം ഇട്ട് നല്ല വൃത്തിയിൽ എഴുതി പഠിക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ ക്വസ്റ്റ്യൻ, at what applied voltage will an electric heating appliance ഇത് ഏത് വോൾട്ടേജിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്താ ചോദ്യം ഇങ്ങോട്ടേക്കാ. at what applied voltage will an electric heating appliance മാർക്ക്ഡ് കണ്ടാ ഓർമ്മ വേണം. മാർക്ക്ഡ് എന്നെ എക്സാം പേപ്പറിൽ എവിടെങ്കിലും കണ്ടാൽ ഓർമ്മ വരണം. ഇതാരാ മാർക്ക് ചെയ്യപ്പെടുന്ന ഏതാ? പവർ റേറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. മാർക്ക് ചെയ്യപ്പെടാൻ ഇങ്ങനെ എഴുതി വെക്കുന്ന ഏതാ? പവർ റേറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ തന്നെ എന്റെ മനസ്സിൽ വരും പവർ റേറ്റിംഗിന്റെ ഇക്വേഷൻ എന്തായിരുന്നു ഞാൻ പഠിപ്പിച്ചേ? യെസ്, പവർ റേറ്റിംഗിന്റെ ഇക്വേഷൻ പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ. ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാൻ പറ്റണം. ഹീറ്റ് എന്ന് കണ്ട ജൂൾസ് ലോ, പവർ എന്ന് കണ്ട 3 ഇക്വേഷൻ, പവർ മാർക്ക്ഡ് എന്ന് കണ്ടാൽ ഏതാ? പവർ റേറ്റിംഗ്. ഏത് ഇക്വേഷൻ? P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ. ഇനി നേരെ പോവാം. അപ്പൊ മാർക്ക്ഡ് എത്രയാ, പവർ എത്രയാ കാണിച്ചേ? ആദ്യത്തേല് പവർ മാർക്ക് ചെയ്തിട്ടുള്ളത് 1000 ആണ്. അഥവാ P1 ഈസ് ഈക്വൽ ടു 1000 W. അപ്പൊ 1000 W പിടിച്ചോ. എന്താ പറയുന്നത് അടുത്ത? അതിന്റെ വോൾട്ടേജ് എത്രയാ? അതിന്റെ വോൾട്ടേജ് 200 വോൾട്ടേജ് ആണെന്നാണ് പറയുന്നത്. 200 വോൾട്ടേജ്, അതായത് അപ്പൊ V1 1000 പവറിലപ്പോ 200 വോൾട്ടേജ് പോലും 200 വോൾട്ടേജ് പോലും. ഓക്കെ, 200 വോൾട്ടേജ് പ്രൊഡ്യൂസ് എ പവർ ഓഫ്, അത് എത്ര പ്രൊഡ്യൂസ് ചെയ്യണം പറയുന്നത്? അത് പ്രൊഡ്യൂസ് ചെയ്യണം പവർ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം? പവർ, അതിന്റെ പവർ 250 ആക്കണം. അപ്പൊ P2 തന്നിട്ടുണ്ട് അല്ലെ, P2 തന്നിട്ട് 250 വോൾട്ടേജ് ആക്കിയിട്ട് വാട്ട് ആക്കിയിട്ട് കുറക്കണം. ആദ്യം 1000 വാട്ട് ഉള്ളതാ, അതിന് 250 വാട്ട് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ? വാട്ട് അപ്ലൈഡ് വോൾട്ടേജ്, എത്ര വോൾട്ടേജ് ആണ് അതിന് വേണ്ടത്? അതായത് 1000 വാട്ട് ഉള്ളപ്പോ 1000 വാട്ടിന് 200 VN. ഇപ്പൊ എത്രയാ? 250 വാട്ടായി. എത്ര വോൾട്ടേജ് ആണ് വേണ്ടത്? V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്ന രീതി ഞങ്ങൾക്ക് പറഞ്ഞാൽ മാർക്കിടും കണ്ടു കഴിഞ്ഞാൽ പവർ എപ്പോഴും എങ്ങനെ മാർക്കിടും കണ്ട അപ്പം തന്നെ നമുക്ക് ഓർമ്മ വരണം ഇത് പവർ റേറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പവർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി നേരെ എന്ത് ചെയ്യാം? നമ്മൾ എല്ലാ സാധനവും തന്നല്ലേ, P1 V1 P2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നേരെ പോയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു സാധനം എഴുതി വെക്കുക. ഏത്? P1 അങ്ങനെ ആവില്ലേ? P1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V1. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം P1 is directly proportional to V1 square എന്ന് എഴുതാം. രണ്ടാമത്തെ P2 is directly proportional to V2 square എന്ന് എഴുതാം. എന്നിട്ട് P1 ന് പകരം നമ്മൾ ആളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്താ നമ്മൾ ആള്? P1 ന് പകരം എന്ത് കൊടുക്കാം? 1000 is directly proportional to V1 ന് പകരം എന്ത് കൊടുക്കാം? 200 സ്ക്വയർ, 200ന്റെ സ്ക്വയർ. ഇനി രണ്ടാമത്തെ ഏതാ? P2 തന്നിനാ? P2 തന്നിനല്ലേ? P2 എത്രയാ? 250 ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V2 സ്ക്വയർ. V2 അറിയാവോ? ഇല്ല. അപ്പൊ V2 സ്ക്വയർ. ഇനി എന്ത് ചെയ്യണം? ഇനി മക്കളെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഈ രണ്ട് സാധനത്തിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ? ഡിവൈഡ് ചെയ്തോ. അപ്പൊ ഡിവൈഡ് ചെയ്താൽ എന്ത് പോകും അറിയോ? ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പോകും. എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ ആയിട്ട് മാറും. ഇതാ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, അതും പോകും. അപ്പൊ എന്തായി? 100 ഡിവൈഡഡ് ബൈ 25. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ രണ്ടും പോയാൽ അതിന് ഒരു ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അതിന് പകരം ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ മതി. എന്തായിട്ട് മാറും? 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ V2 സ്ക്വയർ. ഈ രൂപത്തിലേക്ക് മാറും. ഇത് ഡിവൈഡ് ചെയ്താൽ എത്രയാ മക്കളെ വരാന്? ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 100നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്ത് നോക്കിയാലോ. 100 ഡിവൈഡഡ് ബൈ 25, 4 100ൽ 200 കറക്റ്റ് ആയിട്ട് 4 പ്രാവശ്യമാണ് പോവാൻ, 4 ടൈംസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ ഭാഗത്ത് 4 ആണെന്ന് കിട്ടി. ഓക്കെ, സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സാർ ഇങ്ങോട്ടേക്ക് മാറ്റി ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 4 ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ ഡിവൈഡഡ് ബൈ V സ്ക്വയർ. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നത് എന്തായി? 4V സ്ക്വയർ ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ. ഇനി നമുക്ക് എന്താ വേണ്ടത്? V സ്ക്വയർ അല്ലേ വേണ്ടേ? അഥവാ V2 സ്ക്വയർ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കും സാറേ 2 ഇവിടെ പോയി 2 ഇടാൻ മറന്നു പോയത് മക്കളെ. അപ്പൊ V2 സ്ക്വയർ. ഇനി ഇവിടെ ഇൻറ്റു ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിട്ട് മാറുവാടാ? അത് ഡിവൈഡ് ആയിട്ട് മാറും. അപ്പൊ എന്തായി? V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 200 സ്ക്വയർ. 200 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? 200 ഇൻറ്റു 200 ഡിവൈഡഡ് ബൈ ആരാ വരുന്നത്? 4 ആ വരുന്നത്. ഡിവൈഡഡ് ബൈ 4. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മക്കളെ? ക്യാൻസൽ ചെയ്താ നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്താൽ കിട്ടാമോ ആൻസർ സാർ പറഞ്ഞുതരാം. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ? 200 ഇൻറ്റു 200 ആദ്യം ചെയ്യാം. 200 ഇൻറ്റു 200 നമുക്കൊന്ന് വലിയൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടും. നമുക്കൊന്ന് 40,000 എന്ന് പറഞ്ഞൊരു ആൻസർ ആണ് കിട്ടാൻ നിങ്ങൾക്ക്. ഈ 40,000 നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സ്ഥലം? ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വേണ്ടി എടുക്കാമല്ലോ. അപ്പൊ V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 40,000
ഡിവൈഡഡ് ബൈ 4. 40,000 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? ഒരാൾക്ക് 10,000 അല്ലേ കിട്ടാനല്ലേ? അപ്പം 10,000 ക്യാൻസൽ ചെയ്തിട്ട് 10,000 ഡിസ്കും 4 0. ഇനി 10,000ന്റെ റൂട്ട് എത്രയാ? 10,000ന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 ആണ്. ഓക്കെ, അപ്പൊ 2 സ്ക്വയർ പോകുമ്പോൾ 2 0 ഒഴിവാക്കി കൊടുത്തേ. അപ്പൊ ഇതാണ് നമ്മളെ എന്തെന്ന് പറയുന്നത് V2 അഥവാ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഈ പവർ റേറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെ മനസ്സിലാക്കും പവർ റേറ്റിംഗ് ആണെന്ന്? അത് മാർക്ക് ഇടുന്ന് കണ്ടാൽ മതി. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണ്ടേ? പവർ ഈസ് ഈക്വൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ, P ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ V സ്ക്വയർ. എങ്ങനെയാണ് ചെയ്തതെന്നെല്ലാം മക്കൾക്ക് അവർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ പവർ റേറ്റിംഗിന്റെ മൂന്നാമത്തെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നാലാമത്തെ ചോദ്യം ഇതാ വരുന്നു നിങ്ങളുടെ മുന്നിൽ. എന്താ ചോദ്യം നോക്കിയാലോ? ഹൗ മച്ച് ഹീറ്റ് എനർജി. അപ്പൊ എച്ചാ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ തന്നെ മനസ്സിൽ വരുന്നത് എന്തറിയോ? ഇത് ജൂൾസ് ലോ. എന്റെ മനസ്സിൽ എങ്ങനെ വരുന്നത്? ജൂൾസ് ലോ. കാരണം ഹീറ്റ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ആടെ നിൽക്കട്ടെ, ജൂൾസ് ലോ ആണ് കുറച്ച് കഴിഞ്ഞ് നോക്കാം. ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ് when a electric heater with power. പവർ ആണ് തന്നിട്ടുള്ളത്. പവർ തന്നിട്ട് ഹീറ്റ്. ഞാൻ ഏടി ഇക്വേഷൻ കണ്ടില്ലേ? പവറും ഹീറ്റും തമ്മിൽ യെസ് ആണ് ഓർമ്മ വന്നു. H is equal to P into T. ഇതല്ലേ നമ്മൾ ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്? അപ്പൊ പവർ തന്നിട്ടുണ്ട്. എത്രയാ പവർ? W വാട്ട്. അതന്നെ പവർ 600 ആണെന്ന് പറയുന്നുണ്ട് അല്ലെ? 600 വാട്ട് ആണെന്ന് പറയുന്നുണ്ട്. എന്റെ ഓപ്പറേറ്റ്സ് ഫോർ എത്ര മിനിറ്റ്സാ? ടൈമും തന്നിട്ടുണ്ട് അല്ലെ? ടൈം എത്രയാ തന്നെ? ടൈം 20 മിനിറ്റ് ആണെന്ന് പറയുന്നത്. 20 മിനിറ്റ് അല്ലെ? 20 മിനിറ്റ്. നമുക്ക് ഏവരും അറിയാം മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല, പാടില്ല. അപ്പൊ എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയില്ലേ എന്താ? 20 × 60 ചെയ്താൽ സെക്കൻഡിലേക്ക് മാറും. 20 × 60 എത്രയാ? 20 × 60 120ഉം 6 × 2 12 2 0 1200 സെക്കൻഡ് അല്ലെ? 1200 സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? ഇല്ല, ഇനിയാ തുടങ്ങുന്നേ. അപ്പൊ ഹീറ്റിന്റെ ഇക്വേഷൻ എന്താ? ഹീറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പൊ ഹീറ്റ് ഈസ് ഈക്വൽ ടു പവർ 600 അല്ലെ? 600 ഇൻറ്റു എത്രയാ? 12 2 0 12 2 0. നമുക്ക് ഇവിടെ സൈഡിൽ ഇൻറ്റു ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. 12 × 6 72 അല്ലെ? 72. ഇപ്പൊ 72ഉം എത്ര 0 വരുന്നുണ്ട്? 1 2 3 4 4 0 അല്ലെ? 72ഉം 4 0. ഹീറ്റല്ലേ കിട്ടിയേ? ഹീറ്റർ നമുക്ക് എന്ത് വേണം? ജൂളിലേക്ക് മാറ്റണം. അപ്പൊ ജൂൾ എന്ന് എഴുതണം. അപ്പൊ ഇതാണ് ജൂൾ. ഇതാണ് നമ്മളെ എന്തിന്റെ പവർ അഥവാ ഹീറ്റിന്റെ പ്രോബ്ലം ചെയ്താണ്. അപ്പൊ എന്താണ് പ്രോബ്ലം ചെയ്ത്? ജൂൾസ് ലോ ചെയ്തില്ലേ? ജൂൾസ് ലോ ചെയ്ത്. എങ്ങനെയാ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓരോന്നും എഴുതി അതിലെ എച്ചിന്റെ ഓരോ ഇക്വേഷൻ എഴുതി മെല്ലെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പവറിന്റെ ഇക്വേഷൻ ക്വസ്റ്റ്യൻ ചെയ്തു. പിന്നെ മാർക്ക്ഡ് ആയിട്ടുള്ള പവറിന്റെ. അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള ഓരോ ക്വസ്റ്റ്യൻ എല്ലാത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനേ തൽക്കാല സമയമുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വൃത്തിയിൽ മക്കൾ എഴുതി പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്തിനെ കുറിച്ചാണ് കുറിച്ച്? ഓക്കെ. ഇത് വേറെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ. എന്താ നോക്കിയാലോ? ഈ ക്വസ്റ്റ്യന്റെ കളി എന്താ നോക്കിയാലോ? ഇപ്പൊ ഇതാണ് പറയുന്നത്. ഇലക്ട്രിക് ഹീറ്റർ. ഒരു ഹീറ്റർ ഉണ്ടാണ് ആയിക്കോട്ടെ, ഒരു ചൂടാക്കുന്ന സാധനം. എന്താ പറയുന്നത്? അത് എത്ര വോൾട്ടേജ് എടുക്കുന്നു പറയുന്നത്? 230 വോൾട്ടേജ്. അപ്പൊ വോൾട്ടേജ് ആണ് തന്നെ അല്ലെ? അപ്പൊ വോൾട്ടേജ് എത്രയാ? വോൾട്ടേജ് 230 V ആണ് പറയുന്നുണ്ട്. ഡ്രോസ്. അപ്പൊ ഇനി ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് ആയിട്ട് 230 വീലാണെന്ന് വർക്ക് ചെയ്യുന്നത്. അത് എത്ര കറണ്ട് എടുക്കുന്നതെന്ന് പറഞ്ഞേ? 2 ആംപിയർ കറണ്ട് എടുക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ I എത്രയാ? I 2 ആംപിയർ ആണെന്ന് മനസ്സിലായി. അപ്പൊ വിയും കിട്ടിയിട്ടുണ്ട്, ഐയും കിട്ടിയിട്ടുണ്ട്. സിമ്പിൾ അല്ലേ? അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇലക്ട്രിക് ഹീറ്റർ ഓപ്പറേറ്റിംഗ് ആയിട്ട് 230 V, ഡ്രോസ് 2 ആംപിയർ കറണ്ട് 2 ആംപിയർ ആണ് എടുക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി ഹീറ്റർ? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പകച്ചു പോയി എന്റെ ബാല്യം. ടെൻഷൻ അടിക്കണ്ട. ഇത് 9ാം ക്ലാസ്സിൽ നിങ്ങൾ കണ്ടേ ഓംസ് ലോ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓംസ് ലോന്റെ ഒരു ഇക്വേഷൻ ആണ്. ചില ആൾക്കാർക്ക് ഓംസ് ലോ അറിയുന്നുണ്ടാവില്ല അല്ലെ? ടെൻഷൻ അടിക്കേണ്ട മോനെ. ഓംസ് ലോന്റെ ഇക്വേഷൻ ഇതാ. ഓംസ് ലോ ഇസിക്കൽ V ഇസിക്കൽ IR. ഇതാണ് ഓംസ് ലോന്റെ ഇക്വേഷൻ. V ഇസിക്കൽ ടു IR. ഇപ്പൊ ഇടാരെ ചോദിക്കുന്നത്? R അല്ലേ ചോദിക്കുന്നത്? റെസിസ്റ്റൻസ് അല്ലേ? R അല്ലേ ചോദിക്കുന്നത്? അപ്പൊ R കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? R കണ്ടുപിടിക്കാൻ ഈ V ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അല്ലേ? അപ്പൊ എന്തായി? R ന്റെ ഇക്വേഷൻ എന്താ? V ഡിവൈഡഡ് ബൈ I. ഇതാണ് നമ്മളെ R ന്റെ ഇക്വേഷൻ. അപ്പൊ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഓർത്തിരിക്കുക. R ന്റെ ഇക്വേഷൻ അല്ലെ ഓംസ് ലോന്റെ ഇക്വേഷൻ എന്താ? V is equal to IR, I is equal to V divided by R. അപ്പൊ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ എന്താ? റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഗൈസ്. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാ? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡ് ബൈ കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് എത്രയാ? 230 ഡിവൈഡ് ബൈ കറണ്ട് എത്രയാ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാ? 115. റെസിസ്റ്റൻസ് അല്ലേ? റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ജെറിന്റെ മാളം പഠിച്ചു കൊടുത്ത പോരല്ലേ? ജെറിന്റെ മാളം. യെസ്,
റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദിസ് ഹീറ്റർ ഓപ്പറേറ്റ്സ് ഫോർ 10 മിനിറ്റ്. ഈ ഒരു ഹീറ്റർ 10 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ എന്ത് ചോദിക്കുന്നത്? ഈ ഒരു സാധനം 10 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഹീറ്റ് കണ്ടുപിടിക്കാൻ എച്ച് ആണ് ചോദിക്കുന്നത്. എച്ച് ആണ് വേണ്ടത്. എത്ര മിനിറ്റാ പറയുന്നത്? ടൈം എത്രയാ പറയുന്നത്? നോക്കട്ടെ ടൈം എത്ര മിനിറ്റ്? 10 മിനിറ്റ്. നമുക്കറിയാം നമ്മൾ മിനിറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യോ? ഇല്ല, സെക്കൻഡിലേക്ക് മാറ്റും. അപ്പൊ 10 × 60, 10 × 60 എത്രയാ? 600 സെക്കൻഡ്. എന്താ കണ്ടുപിടിക്കണ്ടേ? എച്ച് അല്ലേ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എച്ചിന്റെ ഇക്വേഷൻ എന്താ? ബി ക്വസ്റ്റ്യൻ. എച്ച് ഏതല്ലേ എച്ച് ഉപയോഗിക്കാം നമുക്ക്? എച്ചിന് 3 ഇക്വേഷൻ ഉണ്ട് അല്ലേ? നമുക്ക് സൈഡിൽ ഇവിടെ എഴുതി വെക്കണേ. ഇതാ ഇവിടെ എഴുതി വെക്കാം. എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ എന്താ ഐ സ്ക്വയർ ആർ ടി. പിന്നെന്താ? എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി. പിന്നെന്താ? എച്ച് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻടു ടി. ഓക്കെ, ഇവിടെ എന്തില്ല തന്നെ? ഇവിടെ ഇതാ വി തന്നെ, ഐ തന്നെ, ഇവിടെ ടി തന്നിട്ടില്ലതാ. ഇവിടെ വി തരുന്നുണ്ട്, ഇതാ ഐ ഉണ്ട്, പിന്നെ ടിയും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാ മേലെ ആറും ഉണ്ട്, ഒരുവിധം എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും ഈസി ഏതാ? വിയും ഐയും ടിയും ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പൊ എച്ച് ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ വി എത്രയാ? വി 230 ഇൻറ്റു ഐ എത്രയാ? ഐ 2 ഇൻറ്റു നമ്മള് ടൈം എത്രയാന്ന്? ടൈം 600. അപ്പൊ ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ടേ മക്കളെ? നിങ്ങൾ റെഡി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യാന്? അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 230 ഇൻറ്റു 2 ഇൻറ്റു 600. അപ്പൊ എന്ത് ചെയ്യാം? ഇത് 2 ഇൻറ്റു ആദ്യം 23 ഇൻറ്റു 2 എത്രയാ? 46. 0 600. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 46 ഇൻറ്റു 6 നമുക്ക് സൈഡ് ചെയ്ത് നോക്കിയാൽ മക്കളെ. 46 ഇൻറ്റു 6 6 36 3 6 24 24 3 കൂട്ടിയ 27 276. ഓക്കെ, അപ്പൊ ഇതാ ജോലി 276. അതിന്റെ കൂടെ എത്ര പൂജ്യം ഉണ്ട് ബാക്കി? ഇവിടെ ഒരു പൂജ്യം ഉണ്ട്, ഇവിടെ 2 പൂജ്യം ഉണ്ട്. അപ്പൊ എത്രയും ടോട്ടൽ 3 പൂജ്യം. ഓക്കെ, ഇത്രയും ജൂൾ നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതാണ് നമ്മളെ ഹീറ്റിന്റെ ഇത്. നോക്കിയാൽ ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത ഇതിൽ എന്ത് ചെയ്ത് ഓംസ് ലോന്റെ ഒരു സാധനം വന്ന് പിന്നെ നേരെ അടുത്തേക്ക് വന്ന് ജൂൾസ് ലോ വന്ന് എല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എക്സാമിന് പ്രതീക്ഷിക്കുന്നത്. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഇത് വന്നാൽ നാളെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് തന്നെ മക്കൾ തരണം. ഓക്കെ, അപ്പൊ ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. വാട്ട് ഈസ് ദ പവർ ഓഫ് ദി അപ്ലയൻസ്? അതാ പവറും ചോദിച്ച് ഒരു ക്വസ്റ്റ്യനിൽ അവർ ചോദിക്കാൻ പറ്റുന്ന എല്ലാം ചോദിച്ചു നിങ്ങളുള്ളതാണ്. അപ്പൊ പവറും ചോദിച്ചു. അപ്പൊ സി ക്വസ്റ്റ്യൻ ആയിട്ട് പവർ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമുക്കറിയാം പവറിന്റെ ഇക്വേഷൻ, പവറിന്റെ 3 ഇക്വേഷൻ ഉണ്ടല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ. ഇവിടെ വി ഐയും തന്നിച്ചില്ലേ? വി ഐ ഉപയോഗിച്ചാൽ പോരെ അല്ലേ? അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. പവർ ഈസ് ഈക്വൽ ടു വി ഐ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വി ഐ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി മേലെ തന്നിട്ടില്ലേ? എത്രയാ? 230. ഐ തന്നിട്ടില്ലേ? ഐ എത്രയാ? 2. അപ്പൊ എത്രയാ? 460 വാട്ട് അഥവാ ഡബ്ല്യു. ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രത്യേകം നോക്കിയാട്ടെ. ആദ്യം ഓംസ് ലോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരുന്നു, പിന്നെ ജൂൾസ് ലോ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യം തരുന്നു, പിന്നെ പവർ ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഒരു കിടക്കാച്ചി ക്വസ്റ്റ്യൻ എല്ലാം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടാമതായിട്ട് ഇങ്ങനെ ഫിഗറെല്ലാം തന്നാൽ നാളെ ചില കുട്ടികളുണ്ടാവും, സാറേ ഫിഗറെല്ലാം തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതൊന്നും നമുക്ക് പഠിപ്പിച്ചിട്ടില്ല, ഇതെല്ലാം എന്താ? ഫിഗറെല്ലാം വെറുതെ തരുന്നതാണ്, വലിയ ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പൊ ഇതാ ഒരു ഫിഗറിന്റെ ക്വസ്റ്റ്യൻ ഇതാ. 2 heaters A and B operate at 230 V. അപ്പൊ 2 ഹീറ്റർ ഉണ്ട്. എ എന്ന് പറയുന്ന ഒരു ഹീറ്ററും ഉണ്ട്, ബി എന്ന് പറയുന്ന ഹീറ്ററും ഉണ്ട്. അത് എത്രയിലാ? എ ബി. അത് എത്രയിലാ വർക്ക് ചെയ്യുന്നത്? രണ്ടും 230 വർക്ക് ചെയ്യുന്നത്. എന്താ 2 230? അതിന്റെ വോൾട്ടേജ് ഇവിടെ കാണിക്കുന്നുണ്ട്. 2ന്റെ വോൾട്ടേജ് 230 ആണെന്ന് മനസ്സിലായി. ഇനി എന്താ പറയുന്നത്? ഡ്രോ 2 ആംപിയർ ഹീറ്റർ എ എന്ന് പറയുന്നത് ഇതാ. എ എത്ര കറണ്ട് എടുക്കുന്നത്? 2 ആംപിയർ കറണ്ട് എടുക്കുന്നത്. ബി എത്ര കറണ്ട് എടുക്കുന്നത്? ബി 2.5 ആംപിയർ കറണ്ട് എടുക്കുന്നത്. അപ്പൊ ആദ്യത്തേത് 2 ആംപിയർ ആണെങ്കിൽ മറ്റോന് എത്രയാ? 2.5 ആംപിയർ ആണ് എടുക്കുന്നത് കറണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റർ ഇൻ ഫിഗർ എ ആൻഡ് ബി. അതായത് ഫസ്റ്റിലുള്ള പവറും കണ്ടുപിടിക്കണം, സെക്കൻഡിലുള്ള പവറും കണ്ടുപിടിക്കണം, രണ്ടിലെ പവറും കണ്ടുപിടിക്കാനാണ് ഒരു പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ? ആദ്യത്തെ ചോദ്യം രണ്ടാളെ പവർ, എയിലെ പവറും ബിയിലെ പവറും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 കഷ്ണാക്കാം. ദ പവർ ഇൻ എ, പവർ ഓഫ് എ, പവർ ഓഫ് എ. അടുത്ത എന്താ? പവർ ഓഫ് ബി, ബിയിലെ പവർ, പവർ ഓഫ് ബി, പവർ ഓഫ് എ. പവറിന്റെ ഇക്വേഷൻ ഏതാ നമുക്ക് അറിയുന്നത്? പവറിന്റെ ഇക്വേഷൻ വി ഐ അല്ലേ? അതല്ലേ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ അല്ലേ? ഇവിടെ തന്നത് അതല്ലേ? ഇവിടെ നോക്കിയാട്ടെ, ഇവിടെ ഫസ്റ്റത്തെ എന്റെ വിശേഷം പറയുകയാണെങ്കിൽ എന്റെ വി എത്രയാ? 230 അല്ലേ? എന്റെ കഥയെല്ലാം നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ഇനി എന്റെ ഐ എത്രയാ? എന്റെ ഐ 2 ആംപിയർ അല്ലേ? 2 ആംപിയർ. ഓക്കെ,
ഇനി അതേപോലെ ബിന്റെ വിശേഷം ഇവിടെ തന്നിട്ടില്ലേ? ബിന്റെ വിശേഷം തന്നിട്ടുണ്ട്. ബിന്റെ എത്രയാ? എത്ര വോൾട്ടേജ് ആ? ബിന്റെ വോൾട്ടേജ് 230 തന്നെയാ. എത്ര കറണ്ട് പറയുന്നത്? കറണ്ട് 2.5 ആ പറയുന്നത്. 2.5 ആംപിയർ വി. ഓക്കെ, വി. അപ്പൊ ഈ വിയും ഐയും തന്ന സ്ഥിതിക്ക് പവറിന് വി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ ഉപയോഗിക്കണ്ടേ? അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ പവർ ഈസ് ഈക്വൽ ടു വി ഐ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വി എത്രയാ മക്കളെ? എന്റെ എത്രയാ? എന്റെ 230 ഇൻറ്റു 2. 230 ഇൻറ്റു 2 460 വാട്ട്. ഇനി പവർ ഓഫ് ബി. ബിന്റെ എത്രയാ പറയുന്നത്? ബി പവർ ഈസ് ഈക്വൽ ടു വി ഐ. അപ്പൊ പവർ ഈസ് ഈക്വൽ ടു വി എത്രയാ പറയുന്നത്? വി 230 ആണ് അവിടെ പറയുന്നത്. 230 ഇൻറ്റു എത്രയാ? 2.5 ആണ് പറയുന്നത് അല്ലേ? അപ്പൊ 2.5. അപ്പൊ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? ഇത് 2 മിനിറ്റ് ചെയ്ത് നോക്കിയാൽ 575 എന്ന് പറയുന്ന ഒരു ആൻസർ ആണ് നമുക്ക് കിട്ടാൻ. 575 വാട്ട്. അപ്പൊ എന്ത് ചെയ്ത് ഇതേപോലെ ഒരു ഫിഗർ തന്നിട്ട് നമ്മളെ തെറ്റിക്കാൻ നോക്കിയാലും നമ്മൾ ഒരു മക്കളും തെറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഒരു ഫിഗർ തന്നാലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ എവിടെയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ ഇതാണ് നമ്മൾ എന്താ ഫസ്റ്റ് പറഞ്ഞ കാൽക്കുലേറ്റ് പവർ ഓഫ് ആയിക്കോട്ടെ, നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഈസിയാണ്, ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇനി എന്താ പറയുന്നത്? വിച്ച് ഹീറ്റർ ഹാസ് ഹയർ റെസിസ്റ്റൻസ്? ആർക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ? അപ്പൊ എന്താ ചെയ്യാനേ? അപ്പം നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടുത്തെ റെസിസ്റ്റൻസും വേണം. എവിടെ പോയി ചോപ്പാക്കാം, എന്നാൽ നല്ലോണം നിൽക്കുകയാണ്. ഇവിടുത്തെ റെസിസ്റ്റൻസും നമുക്ക് വേണം, ഇവിടുത്തെ റെസിസ്റ്റൻസും നമുക്ക് വേണം. റെസിസ്റ്റൻസ് വേണം. റെസിസ്റ്റൻസ് ഇക്വേഷൻ ഓംസ് ലോ. ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. വി ബൈ ഐ അതാ രണ്ട് തന്നിട്ടുണ്ടല്ലോ. ഇവിടെയും വി ഉണ്ട്, ഇവിടെയും ഐ ഉണ്ട്. അപ്പൊ വി ബൈ ഐ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? രണ്ടാളെ റെസിസ്റ്റൻസും ഫസ്റ്റ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പൊ ബി ക്വസ്റ്റ്യൻ എടുക്കുക. ആദ്യം എന്റെ റെസിസ്റ്റൻസ് അല്ലെ? റെസിസ്റ്റൻസ് ഓഫ് എ. സ്ഥലം ഇല്ലാണ്ടായി പോയി തോന്നുന്നു. റെസിസ്റ്റൻസ് ഓഫ് എയും രണ്ടാമത്തെ റെസിസ്റ്റൻസ് ഓഫ് ബിയും. ബിന്റെ റെസിസ്റ്റൻസ്, രണ്ടാളെ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആർ ഈസ് ഈക്വൽ ടു വി ബൈ ഐ. അപ്പൊ ആദ്യത്തെ വി എന്താ? 230 ഡിവൈഡഡ് ബൈ 2. ഇത് ചെയ്യണം. ഇനി രണ്ടാമത്തെ ബിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണേ. റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 230 ഡിവൈഡഡ് ബൈ എത്രയാ? 2.5. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. ആദ്യത്തെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. ആർ ഈസ് ഈക്വൽ ടു 115 ഓം എന്ന് കിട്ടും അല്ലെ? 115 ഈസി അല്ലേ? 230 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റിന്റെ ഡിവിഷനിൽ എന്താ നമുക്കറിയാം എല്ലാവർക്കും. ഇത് എത്ര? 230 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 92 എന്ന് പറയുന്ന ആൻസർ ആണ് കിട്ടാൻ തോന്നുന്നു. അപ്പൊ 92 ഓം. 92 ഓം എന്ന് പറയുന്നത്. ഇത് നോക്കിയാട്ടെ, രണ്ടാളെ റെസിസ്റ്റൻസും കണ്ടുപിടിച്ചു, എന്റെയും കണ്ടുപിടിച്ചു, ബിന്റെയും കണ്ടുപിടിച്ചു. ഇതിൽ ആരെയാ മക്കളെ കൂടുതൽ? നിങ്ങൾ തന്നെ പറ, ആർക്കാ കൂടുതലായിട്ട് വന്നേ? ഏക്കല്ലേ? ഏന്റെ ആണ് കൂടുതൽ സാറേ. അപ്പൊ നേരെ നമ്മൾ പോയി അതെ എവിടെയാണ്? ഇവനിക്കാണ് റെസിസ്റ്റൻസ് കൂടുതൽ എന്ന് മനസ്സിലാക്കി. അങ്ങനെ നമ്മൾ വിച്ച് ഹീറ്റർ ഹാസ് ഹയർ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏത് ക്വസ്റ്റ്യനാ? എ റെസിസ്റ്റർ. ഹീറ്റർ എ ഹാസ് കണ്ണീടെ നമുക്ക് 115 അല്ലേ? ഹീറ്റർ എ ഹാസ് ഹയർ റെസിസ്റ്റൻസ് എന്ന് മനസ്സിലായി. ഇനി എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ബോത്ത് ഹീറ്റർ ഓപ്പറേറ്റ് ഫോർ 5 മിനിറ്റ്, അതായത് 2 ഹീറ്ററും 5 മിനിറ്റ് വീതം പണിയെടുത്തു. 2 ഹീറ്റർ. അപ്പൊ ഇവിടെയും ടൈം ഈസ് ഈക്വൽ ടു എത്രയാ? ടൈം ഈസ് ഈക്വൽ ടു മഞ്ഞലാക്കാം. ഇവിടെ ഇവിടെ ടൈം എത്രയാ? 5 മിനിറ്റ്. ഇവിടെയും ടൈം 5 മിനിറ്റ്. നമ്മൾ ഈ ഇത് എത്ര മിനിറ്റ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്? 5 മിനിറ്റ്. അപ്പൊ രണ്ടും 5 മിനിറ്റ് പണിയെടുക്കുന്നുണ്ട് പോലും. അപ്പൊ മേലേലും 5 മിനിറ്റ്, താഴേലും 5 മിനിറ്റ്, രണ്ടും 5 മിനിറ്റ് പണിയെടുക്കുന്നുണ്ട് പോലും. അപ്പൊ ഈ 5 മിനിറ്റ് പണിയെടുത്താല് എന്താ ചോദിക്കുന്നേ? 5 മിനിറ്റ് പണിയെടുത്താൽ എന്താ ചോദിക്കുന്നവര്? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. വിച്ച് ഹീറ്റർ വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്? ആരാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാന്? അപ്പോ നമ്മൾ എന്ത് ചെയ്യണം ഗായ്സ്? അപ്പോൾ നമ്മൾ ഹീറ്റ് കണ്ടുപിടിക്കണം. രണ്ടാളെയും ഹീറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇതാ ഹീറ്റ് ഓഫ് പവർ എ. ഇതൊരു വല്ലാത്ത ഹീറ്റ് ഓഫ് എന്റെ ഹീറ്റർ. രണ്ടാമത് എന്താ കണ്ടുപിടിക്കണ്ടേ? ഹീറ്റ് ഓഫ് ബിന്റെ ഹീറ്റ് കണ്ടുപിടിക്കണം അല്ലെ? അതായത് ഗുരുജി നല്ല പണിയെടുപ്പിക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടി ഒരൊറ്റ ക്വസ്റ്റ്യനിൽ വന്നത് ഇങ്ങനെ ഇരിക്കും. ഇനി വേണം എന്തെല്ലാം എടുത്തന്നെ? വി തന്നിന്, ഐ തന്നിന്, ടി തന്നിന്. വി തന്നിന്, ഐ തന്നിന്, ടി തന്നിന്. നമുക്കറിയാം ജൂൾസ് ലോക്കിന്റെ എല്ലാ ഇക്വേഷൻ നമുക്ക് അറിയുന്നേ അല്ലെ? ഒന്ന് എന്തേലും I² RT, രണ്ടാമത്തെ എന്തേലും H is equal to VIT, മൂന്നാമത്തെ എന്തേലും H is equal to V² R into. ഓക്കെ, അപ്പൊ ജൂൾസ് ലോ 3 ഇക്വേഷൻ നമുക്കറിയാം അല്ലെ? ഒന്ന് H is equal to I² RT, രണ്ടാമത്തെ H is equal to VIT, മൂന്നാമത്തെ H is equal to V² R into T. പിന്നെ നോക്കിയിട്ട് ഇതിൽ ആരില്ല തന്നിട്ടുള്ളേ? വി തന്നിന്, ഐ തന്നിന്, ടി തന്നിന്. ഏത് ഉപയോഗിക്കലാണ് ഏറ്റവും എളുപ്പം? അതെ, VIT ഉപയോഗിക്കലാണ് ഏറ്റവും എളുപ്പം. കാരണം വി ഐയും ടിയും. അപ്പൊ ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണോ? ഇത് വേണ്ട, ഇത് വേണ്ട, ഇത് വേണ്ട. ഏതാ വേണ്ടേ? H is equal to VIT ആ വേണ്ടേ? അപ്പൊ ഇവിടെ ചെയ്ത് നോക്കിയാലോ? H is equal to V into I into
40. അപ്പൊ എന്താ വി എത്രയാ തന്നെ 230 ഇൻറ്റു 2 ഇൻറ്റു 5 മിനിറ്റ് അല്ലേ സെക്കൻഡിലേക്ക് മാറ്റണ്ടേ. സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എന്തുകൊണ്ട് ഇൻറ്റു ആണ്? ഇവിടെ സ്ഥലം തീർന്നു പോയി ഗൈസ്. 60 കൊണ്ട് ഇൻറ്റു ആണ്. അപ്പൊ 60 കൊണ്ട് ഇൻറ്റു എത്രയാ? 300 സെക്കൻഡ് കേട്ടാൻ. 300 അപ്പൊ എന്ത് കിട്ടി? ഇടാ 300. ഓക്കെ, അതേപോലെ നമ്മൾ അപ്പുറത്ത് കണ്ടുപിടിക്കണേ എന്താ? H is equal to VIT. അപ്പൊ H is equal to VIT എന്ന് പറഞ്ഞാൽ എത്രയാ? 230 ഇൻറ്റു I എത്രയാ? രണ്ടാമത്തെ ആൾ എത്രയാ? 2.5 ഇൻറ്റു അടുത്ത എത്രയാ? വീണ്ടും 5 മിനിറ്റ്. 5 മിനിറ്റ് പറഞ്ഞാൽ എത്രയാ? 5 മിനിറ്റ് പറഞ്ഞാൽ 5 ഇൻറ്റു 60 is equal to 300 സെക്കൻഡ് അല്ലേ? അപ്പൊ വീണ്ടും 300. അപ്പൊ നമുക്ക് ഇത് രണ്ട് ഇൻറ്റു ചെയ്യണ്ടേ ഗൈസ്? ഇത് രണ്ട് നമുക്ക് ഇൻറ്റു ചെയ്യണം. ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്താ ആൻസർ കിട്ടാന്? 230 ഇൻറ്റു 2 നമുക്ക് എന്ത് കിട്ടും? 23 ഇൻറ്റു 2 ആദ്യം ചെയ്യാം. 23 ഇൻറ്റു 2 പറഞ്ഞാൽ 46. പിന്നെ 46 ഇൻറ്റു 3 ചെയ്ത് നോക്കാം. അപ്പൊ 46 ഇൻറ്റു 3 അപ്പൊ 18 1 4 12 13. ഓക്കെ, അപ്പൊ 138. 138ന്റെ പേര് എത്ര പൂജ്യം ഉണ്ട്? 138ന്റെ പോലെ ഇവിടെ ഒരു 0, 3 വേറെ, 2 0 വേറെ, അപ്പൊ 3 0 അല്ലേ? അപ്പൊ ഇത്രയും ജൂൾ ആണെന്ന് മനസ്സിലായി. അതായത് എ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇത്രയും ജൂൾ ആണ് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം നമുക്ക് കണ്ടുപിടിക്കണം ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന ജൂൾ കൂടി നമുക്ക് കണ്ടെത്തണം. അപ്പൊ ബി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്രയാന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമുണ്ട് മക്കൾ, നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് ആൻസർ കിട്ടാന് 172 പിന്നെ നടക്ക് പോകുന്നത് 500 കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. 500 ജൂൾ. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ രണ്ട് ആൾക്കാരെ വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 138 30 പിന്നെ വലിയൊരു ആൻസറിന് നമുക്ക് ആടെയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സാധനം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ അത്ര പ്രശ്നമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോ 46 ഇൻറ്റു 3 ഞാൻ ചെയ്തല്ലോ, ഒന്ന് കറക്റ്റ് ആണോ ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. 46 ഇൻറ്റു 3 ഓക്കെ 3 18 1 12 1 13 കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഇത് നോക്കിയാട്ടെ, ഏത് വാല്യൂ ആണ് കൂടുതൽ? ഇതാണോ വലുത് അതാണോ വലുത് നോക്കിയാട്ടെ. ഇതാണല്ലേ വലുത്, ഈ വാല്യൂ ആണ് വലുത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ബി എന്ന് പറയുന്ന ആളാണ് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയാട്ടെ, ഈ ഒരു ക്വസ്റ്റ്യനിലെ എല്ലാ കോൺസെപ്റ്റുകളും അവർക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഏതെല്ലാം വന്നിട്ടുണ്ട്? പവറിന്റെ സാധനം, കമ്പാരിസൺ ഓഫ് പവർ, വീണ്ടും കമ്പാരിസൺ ഓഫ് റെസിസ്റ്റൻസ്, വീണ്ടും എന്ത് ചെയ്ത് കമ്പാരിസൺ ഓഫ് ഹീറ്റ്. അപ്പൊ ഇങ്ങനത്തെ ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ, ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നേരെ പോവാം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ടോപ്പിക് അറിയണം, ഒരു ചെറിയൊരു കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞു വെക്കാനുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും അവസാനത്തെ ഒരു കോൺസെപ്റ്റ്. ഇതോടുകൂടി ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ എല്ലാ ക്വസ്റ്റ്യൻസും, എല്ലാ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. അപ്പൊ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക്, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണല്ലേ? ഇവിടെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് വാട്ട് ഹവർ മീറ്റർ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താ വാട്ട് ഹവർ മീറ്റർ എന്ന് പറഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ അളക്കുന്ന നമ്മുടെ വീട്ടിൽ ഒരു ചങ്ങായി വരൂലേ, ഇങ്ങനെ നിങ്ങളെ വീട്ടിൽ എത്ര കറണ്ട് ബില്ലായി ഇങ്ങനെ നോക്കിയിട്ട് ഇരുന്നേ, അതന്നെ ആ ചങ്ങായി പോയിട്ട് ഒരു മീറ്ററിന്റെ അടുത്ത് പോയിട്ട് പിന്നെ റീഡിങ് എടുക്കൂലേ. നമ്മൾ വീട്ടിൽ ഇങ്ങനെ പച്ച കത്തുന്നയും ചോപ്പ് കത്തുന്ന ഒരു മീറ്റർ ഇല്ലേ, അവിടെ പോയി പച്ചയും ചോപ്പെല്ലാം കത്തുന്ന ഒരു മീറ്റർ അല്ലേ, ആ മീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. ഈ മീറ്ററിന്റെ പണി എന്താ? ഞാൻ ക്ലാസ്സിൽ പറഞ്ഞാൽ നിൽക്കല്ലേ. എന്താണ് ഈ മീറ്ററിന്റെ പണി? ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുക. നമ്മളെല്ലാം ഉപയോഗിച്ച ഇലക്ട്രിക്കൽ എനർജി എത്രയാ, ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്ത് എത്രയാ നമ്മൾ ഉപയോഗിച്ചേ എന്ന് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് ഏത് മീറ്റർ എന്ന് പറഞ്ഞാല് വാട്ട് ഹവർ മീറ്റർ എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വാട്ട് ഹവർ മീറ്ററിന്റെ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ അറിയണം ഗൈസ്. ആ ഇക്വേഷൻ ആണ് ഇക്വേഷൻ എനർജി ഈസ് ഈക്വൽ ടു എനർജി ഇൻ KWH. KWH എന്ന് പറഞ്ഞ ബേജാറാണ്ട, കിലോ വാട്ട് ഹവർ. ഓക്കെ, ഇതിന്റെ കൂടെ തന്നെ ഒരു പോയിന്റ് കൂടി മക്കൾക്ക് പറഞ്ഞുതരാം. ഒരു KWH എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഒരു KWH എന്ന് പറഞ്ഞാൽ എത്രയാ? 3.6 ഇൻറ്റു 10⁶ ജൂൾ ആണ് അല്ലേ. അപ്പൊ ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമാണ്. ഈ ഒരു ഇക്വേഷൻ പഠിക്കണം. എനർജി ഇൻ KWH ഇക്വേഷൻ NPT ഡിവൈഡഡ് ബൈ 1000. മക്കൾ വിചാരിക്കുന്നുണ്ടോ എന്താ സാറേ NPT? N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈസ്, എത്ര ഡിവൈസ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത് P എന്ന് പറഞ്ഞാൽ പവർ. പവറിൽ പവർ യെസ്. ഇനി T എന്ന് പറഞ്ഞാൽ എന്താ? T എന്ന് പറഞ്ഞാൽ ടൈം ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? ഈ ഒരു കാര്യം എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈസ്, P എന്ന് പറഞ്ഞാൽ പവർ, T എന്ന് പറഞ്ഞാൽ ടൈം. ഇതാണ് നമ്മുടെ 3. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മറക്കണ്ട.
കിലോ വാട്ട് അവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നെങ്ങാനും നാളെ ചോദിച്ചാൽ, അല്ലെങ്കിൽ വാട്ട് അവർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയണം നിങ്ങൾ ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്ത് അത് മെഷർ ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മളെ കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യം എല്ലാവർക്കും സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാർക്കട്ടെ എന്തേലും NPT / 1000. നേരെ പോവാം. എ ഗ്രൈൻഡർ ഓഫ് പവർ. വീട്ടിലുള്ള കാര്യമാണ് പറയുന്നത്. ഒരു ഗ്രൈൻഡർ ഉണ്ട് പുരക്ക്, അതിന്റെ പവർ എത്രയാണ് പറയുന്നത്, അതിന്റെ പവർ എ ഗ്രൈൻഡർ. അപ്പോൾ ഒരു ഗ്രൈൻഡറേ ഉള്ളൂ. അപ്പൊ എത്രയാ, N1. ഒരു ഗ്രൈൻഡർ, എ ഗ്രൈൻഡർ. അതിന്റെ പവർ എത്രയാ, അതിന്റെ പവർ 750 വാട്ട്. 750 വർക്ക് ഫോർ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, 2 ഹവർ, 2 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ടൈം 2 മണിക്കൂർ. അപ്പൊ മക്കൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, സാറേ മണിക്കൂറിനെ സെക്കൻഡിലേക്ക് മാറ്റണം. വേണ്ട, നമ്മളെ കിലോ വാട്ട് ഹവർ പേര് തന്നെയില്ലേ, വാട്ട് ഹവർ. ഹവറിലായി ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. വാട്ട് ഹവർ എന്ന് പറഞ്ഞാൽ ഇത് ഹവറിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പൊ ഹവറിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യണം എന്താ, കാൽക്കുലേറ്റ് എനർജി കൺസ്യൂംഡ്. എനർജി എത്രയാണ്. അപ്പൊ എനർജിന്റെ ഇക്വേഷനിൽ നമ്മൾ നേരത്തെ എനർജിന്റെ ഇക്വേഷനാണ് പഠിച്ചത്. എന്തേലും എനർജി ഈസ് ഈക്വൽ ടു NPT / 1000. NPT / 1000. അപ്പൊ എന്ത് ചെയ്യാം, ഇതിൽ എൻ എത്ര, ഒരു ഡിവൈസ് അല്ലേ പറയുന്നത്. അപ്പൊ 1 ഇൻറ്റു എത്രയാ, നമ്മളെ പവർ എത്രയാ, 750 ഇൻറ്റു എത്രയാ, നമ്മളെ ഹവർ എത്രയാ പറയുന്നത്, 2 ഹവർ ഡിവൈഡ് ബൈ എത്രയാ, ഡിവൈഡഡ് ബൈ 1000. അപ്പോ 750 ഇൻറ്റു 2, 750 വേണ്ടിയിട്ട് എത്രയാ, 1500. അപ്പോൾ 1 ഇൻറ്റു, അപ്പൊ 1500 ഡിവൈഡ് എത്രയാ മക്കളെ ഉള്ളത്, ഡിവൈഡഡ് ബൈ 1000. അപ്പൊ അത്രയും എനർജി അല്ലേ, വീണ്ടും അത്രയും എനർജി. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് എത്ര വരാൻ, 0 പോയി. എന്ത് ചെയ്യും, ഒരു പോയിന്റ് കയറ്റിയിടും. അപ്പൊ 1.5 kWh. ഇതാണ് നമ്മളെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഇത്രയും എനർജിയാണ് നമുക്ക് എന്ത് വെക്കാൻ വേണ്ടേ. നിങ്ങളെ വീട്ടിൽ ഒരു ഗ്രൈൻഡർ ഉണ്ട്, ഗ്രൈൻഡർ 2 മണിക്കൂർ പണിയെടുക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൈൻഡർ എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നുണ്ട്, 1.5 kWh യൂണിറ്റ് കറണ്ട് കളയുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാ, NPT / 1000 എന്ന് പറയുന്നത്. ഇത് ഒന്നിൽ കൂടുതൽ ഡിവൈസ് വന്നാൽ എങ്ങനെ ചെയ്യും. ഇപ്പൊ ഒരു വീട്ടിൽ നമ്മൾ ഗ്രൈൻഡർ മാത്രം വർക്ക് ചെയ്യാൻ ഫാൻ ഉണ്ടാവും, ലൈറ്റ് ഉണ്ടാവും, ബൾബ് ഉണ്ടാവും, കുറെ ഉണ്ടാവും അല്ലേ. അതേപോലത്തെ കിടിലം ക്വസ്റ്റ്യൻ. ഇൻ എ ഹൗസ്, ഒരു വലിയ പറയുന്നുണ്ട്, അവിടെ 5 CFL ഉണ്ട്. 5 CFL ഉണ്ട്, എല്ലാത്തിന്റെയും പവർ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അതെല്ലാം 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യട്ടെ. ഇനി എന്താ പറയുന്നത്, അടുത്ത 4 ഫാനും ഉണ്ട്. ആയിക്കോട്ടെ, അതെത്രയാ, അതിന്റെ പവർ 60 വാട്ട്. ഇനി അതെത്ര വർക്ക് ചെയ്യുന്നത്, 5 മണിക്കൂർ അതും വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത എന്തുണ്ട്, ആടെ തന്നെ ഒരു TV ഉണ്ട്. ആ TV എത്രയാ, 4 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ഡെയിലി കൺസപ്ഷൻ. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവിടെ ഉണ്ടാവുന്ന കറണ്ട് ബില്ല്. അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ, ഒന്നിൽ കൂടുതൽ ഡിവൈസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ, നമ്മൾ എന്ത് ചെയ്യണം, ഏതെല്ലാം ഡിവൈസ് ഉണ്ട് അത് ആദ്യം ബോർഡിൽ നോട്ട് ചെയ്ത് വെക്കണം. നോട്ടിൽ നമ്മുടെ ആൻസർ പേപ്പറിൽ നോട്ട് ചെയ്യണം. ആരെല്ലാം CFL ഉണ്ട്. അപ്പൊ CFL വരട്ടെ, പോന്നോട്ടെ. CFL ഉണ്ട്. ഇനി വേറെ ആരാളെ, വേറെ ഫാൻ ഉണ്ട്. ആ ഫാൻ ഉണ്ട്. ക്വസ്റ്റ്യനിൽ ഫാനും കൂടി ഉണ്ട്. വേറെ ആരെയുണ്ടാ, CFL ഉണ്ട്, ഫാൻ ഉണ്ട്. പറ മക്കളെ, വേറെ ആരെയുണ്ടാ, TV ഉണ്ട്. TV ഉണ്ട്. ആയിക്കോട്ടെ, TV ഉണ്ട്. ഇനി ഇതിന്റെ എല്ലാം എണ്ണ എഴുതി വെക്കാം. എണ്ണം ഏതാ, പവർ ഏതാ, ടൈം ഏതാ, ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതി. അപ്പൊ എണ്ണം നോക്കിയാലോ, CFL എത്രയാണ്, CFL 5 CFL. ഇനി നമ്മളെ ഫാൻ എത്ര മണിക്കൂറാ, CFL ന്റെ പവർ എത്രയാ, CFL ന്റെ പവറും പറയുന്നുണ്ടല്ലോ. CFL ന്റെ പവർ 20 വാട്ട് എന്ന് പറയുന്നുണ്ട്. 20 വാട്ട്. എത്ര മണിക്കൂറാ വർക്ക് ചെയ്യുന്ന ടൈം പറയുന്നുണ്ട് അല്ലേ. ടൈം 4 മണിക്കൂറാ പോലും, 4 ഹവർ. അപ്പൊ ഇത് 3 CFL ന്റെ എല്ലാം കഴിഞ്ഞു. അതായത് CFL ന്റെ എല്ലാ വിശേഷവും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. CFL 5 ഉണ്ട്, അതിന്റെ പവർ 20 ആണ്, അത് മണിക്കൂർ ഇത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്. ഇനി എന്താ പിന്നെ പറയുന്നത്, ഇനി ഫാൻ എത്രയാണ് പറയുന്നത്, ഫാന് 4 ഫാൻ ഉണ്ട് പോലും, 4 ഫാൻ. അതിൽ ഒരു ഫാന്റെ പവർ എത്രയാ, ഒരു ഫാന്റെ പവർ 60 വാട്ടാ പോലും, 60 വാട്ട്. ഇനി പിന്നെന്താ പറയുന്നത്, അത് എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ ടൈം പറയുന്നുണ്ട് അല്ലെ. ടൈം 5 മണിക്കൂറാ പോലും അത് വർക്ക് ചെയ്യുന്നത്, 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി എന്താ TV എത്രയാണെന്ന് നോക്കിട്ടെ. എ ടി വി ഒരു TV ആണല്ലോ, വെറുതെ കുറെ എണ്ണം കറങ്ങാനില്ല, ഒരൊറ്റ TV ആണല്ലോ. എന്താ പറയുന്നത്, പവർ എത്രയാ, അതിന്റെ പവറും പറയുന്നുണ്ട് 100 വാട്ടാ പോലും അതിന്റെ പവർ 100 വാട്ട്. എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നത്, 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നത്. ടൈം ഈസ് ഈക്വൽ ടു 4 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ട്, എല്ലാത്തിന്റെയും എന്ത് കിട്ടി, CFL ന്റെ എണ്ണം, CFL ന്റെ പവർ, CFL ന്റെ ടൈം, ഫാന്റെ എണ്ണം, ഫാന്റെ പവർ, ഫാന്റെ ടൈം, ടിവിന്റെ എണ്ണം, ടിവിന്റെ പവർ, ടിവിന്റെ ടൈം എല്ലാം കിട്ടി. ഓരോന്നിലും നമ്മൾ എന്ത് ചെയ്യണം ഗൈസ്, ഓരോന്നിന്റെ എനർജി കണ്ടുപിടിക്കണം. ഇതിന്റെ എനർജി NPT / 1000. അതേപോലെ തന്നെ ഇവിടെ എന്താ, സെയിം സാധനം തന്നെ, NPT / 1000.
ഇവിടെ തന്നെ സെയിം സാധനം തന്നെ NPT ഡിവൈഡഡ് ബൈ 1000. എന്ത് ചെയ്യണം? അത് നമുക്ക് വാല്യൂ ഇൻറ്റു ചെയ്യാൻ സഹായിക്കണം അല്ലേ? അപ്പൊ എന്താ n എന്ന് പറഞ്ഞാ 5 ഇൻറ്റു p എത്രയാ? p 20 ഇൻറ്റു ടൈം എത്രയാ? 4 ഡിവൈഡഡ് ബൈ എത്രയാ? 1000. അപ്പൊ നമ്മളെ എനർജി ഇതാണ് എനർജി. അപ്പൊ എനർജി ചെയ്ത് നോക്കുമ്പോൾ 5 ഇൻറ്റു 100. 5 ഇൻറ്റു 100 എത്രയാ മക്കളെ? 5 ഇൻറ്റു 20 എത്രയാ? 100. 5 ഇൻറ്റു 20 100. 100ന്റെ കൂടെ 4 കൂടി ഇൻറ്റു ചെയ്താ 400. 400 ഡിവൈഡ് ബൈ ആരാ? 1000. 0 പോയി 0 പോയി 0 പോയി 0 പോയി 4 ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.4. അപ്പൊ ഇത്രയും എനർജി, ഇത്രയും kWh. ഇതാണ് നമ്മളെ എന്തിൽ നിന്ന് കിട്ടുന്നത്? CFL ഉപയോഗിക്കുന്നത് 0.4 kWh ആണ്. അതേപോലെ അടുത്ത നോക്കാം. നമ്മളെ ഫാൻ ഉപയോഗിക്കുന്നത് എത്ര kWh നോക്കാം. അപ്പൊ എത്രയാ? 4 ഇൻറ്റു 60 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ 4 ഇൻറ്റു 60 എത്രയാ? 240. 240 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1000. 240 ഇൻറ്റു 5 എത്രയാ? 1200. നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും 1200 ആണ് ആൻസർ കിട്ടാൻ. 1200 ഡിവൈഡ് ബൈ എത്രയാ? 1000. അപ്പൊ 0 പോയി 0 പോയി 0 പോയി 0 പോയി 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1.2 kWh. ഇതാണ് നമ്മൾ ആരുപയോഗിക്കുന്നത്? നമ്മുടെ ഫാനിന്റെ എനർജി. 1.2 kWh. ഇതേപോലെ ടിവിന്റെ ചെയ്യാൻ അറിയില്ലേ? എങ്ങനെ ടിവിന്റെ 1 ഇൻറ്റു 100 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ എത്ര? 1 ഇൻറ്റു 100 പറഞ്ഞാൽ 100 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 400 ഡിവൈഡഡ് ബൈ 1000. 0 പോയി 0 പോയി 0 പോയി 0 പോയി 4 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.4 kWh. അപ്പൊ എന്തെല്ലാം കിട്ടി? നമ്മളെ CFLന്റെ കിട്ടി, ഫാനിന്റെ കിട്ടി, ടിവിന്റെ കിട്ടി. ഇനി ഇതെല്ലാം കൂട്ടിയാലല്ലേ ടോട്ടൽ കിട്ടാനേ? ടോട്ടൽ. അപ്പൊ സൈഡിൽ എഴുതി ടോട്ടൽ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഒരാളല്ല. ഇവിടെ കണ്ട ടോട്ടൽ. വാട്ട് ഈസ് ദ ഡെയിലി എക്സംഷൻ? ഫുൾ വേണം. ഡെയിലി എത്ര കാണിക്കുന്നുണ്ട് നിങ്ങൾ ഫുൾ ആയിട്ട് വേണം. അപ്പൊ എന്താണ്? എല്ലാം കൂടി കൂട്ടണം. അപ്പൊ എത്രയാ? 0.4 പ്ലസ് 1.2 പ്ലസ് 0.4 1.2 കൂട്ടിയാല് 1.6. 1.6ന്റെ കൂടെ 0.4 കൂടി കൂട്ടിയാല് 2 kWh. ഇതാണ് നമ്മളെ കിലോ വാട്ട് ഹവർ കാണിക്കാൻ പോകുന്ന എന്ത് മീറ്റർ റീഡിംഗ് എന്ന് പറഞ്ഞാൽ 2 kWh ആണ് ഇത് കാണിക്കാൻ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നിൽ കൂടുതൽ ഡിവൈസ് ആണ്. ആദ്യം ഒരു ഡിവൈസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തു, പിന്നെ ഒന്നിൽ കൂടുതൽ ഡിവൈസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് എല്ലാം മക്കൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി നിങ്ങളുടെ സമയമാണ്. എല്ലാത്തിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ വീതം സർ തന്നിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കാം. അങ്ങനെയാണ് നമുക്ക് എന്ത് ഫിനിഷ് ചെയ്യാം? ഇലക്ട്രിക്കൽ എനർജി കൺസംപ്ഷൻ ആൻഡ് കൺസർവേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് നാളത്തെ എക്സാമിന് അടിപൊളിയായിട്ട് പോയിട്ട് ഈ ചാപ്റ്റർ ചെയ്ത ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ.